ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂണ്. അത് ഇന്ന് രാത്രി ഫ്രൈഡേ നൈറ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂണ് ഈ പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിൻ്റെ കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ സേതു മാധവൻ നമ്മുടെ ആതിരേനെ കാണാനായി ഇന്നാണ് അങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത്. ഇത്രയും നാൾ സ്നേഹ എന്ന രീതിക്കകത്താണെങ്കിൽ ഇപ്പോഴാണ് അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ആതിരേനെ ഒന്ന് പോയി കാണാനായിട്ട് ഇങ്ങേർക്കൊരു സമയമൊക്കെ കിട്ടിയത്. എന്നിട്ട് ക്ഷമ പറച്ചിലാണ്. കാരണം ഇത്രയും നാൾ എന്താണ് സ്നേഹമോടെ കാര്യം കല്യാണം എന്ന തിരക്കിനകത്ത് ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു. ഇപ്പോഴാണ് എന്താണ് ആതിരമോളെ ഇതുവരെ വന്ന് കാണത്തിനകത്ത് അത് എൻ്റെ കയ്യിൽ തെറ്റാന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും കമലേട്ടത്തി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാഷുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് സാരമില്ല, പിന്നെ പറയാനുള്ളതൊക്കെ സങ്കടമാണ്. കാരണം സ്നേഹയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്ത് സംഭവിച്ചതിനായിരുന്നു, അർച്ചന പറഞ്ഞ വാക്ക് അന്നേ കേൾക്കേണ്ടതെന്നൊക്കെ ഈ സേതുമാധവനോട് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമലേട്ടത്തി പറയുന്നുണ്ട്, അല്ല സ്നേഹയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ധനുഷിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യം അറിയുന്നെങ്കിൽ അത് പിന്നെ അതിനേക്കാളും വലിയ വിഷമമാവത്തില്ല. എന്നാൽ ഇപ്പോൾ അത്ര വിഷമമൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ അങ്ങ് കാലക്രമേണ അങ്ങ് മായ്ച്ച് കളഞ്ഞ് മായ്ക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് അതിനെ സങ്കടപ്പെടേണ്ട സേതുവേട്ടനൊക്കെ പറഞ്ഞ് അവരെന്താണ് ആശ്വാസം പകർന്നു കൊടുക്കുക. അതായത് പരസ്പരം കുത്തുന്ന ബന്ധുക്കളുടെ ഇടയിൽ ഇങ്ങനെയും സംസാരിക്കുന്ന ബന്ധുക്കളെ പോലെ പെരുമാറുന്ന വളരെ നല്ല കാര്യം തന്നെ. മാധവന് ആതിരയ്ക്ക് എന്താണ് കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്, അതായത് സന്ദീപിന് ആതിരയ്ക്കുള്ള കുഞ്ഞ് വരാൻ പോകുന്നതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അതായത് താനൊരു മുത്തശ്ശനാവാൻ പോകുന്ന എക്സൈറ്റ്മെൻറ്റാണ് സേതുമാധവൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സേതുമാധവൻ പറയുന്നുണ്ട്, കുഞ്ഞ് ജനിച്ച് ഞാൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്ക് തന്നെ വന്നേക്കണം, അല്ല ഞാൻ എങ്ങോട്ടേക്കും വിടത്തില്ല, അങ്ങോട്ടേക്ക് വരത്തില്ലേ. കാരണം ഈ അച്ഛൻ എന്താണ് എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുക എൻ്റെ സന്ദീപിനെ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പം അങ്ങോട്ടേക്ക് തന്നെ വരണമെന്ന് പറയുമ്പം നമ്മളെന്താണ് മാഷ് പറയുന്നുണ്ട്, അല്ല സേതു കേട്ടാ, എല്ലാം ആചാരപ്രകാരം തന്നെ നടക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത്. അത് കാരണം ഇവർ ഈ ആചാരങ്ങളൊക്കെ തെറ്റിച്ചിട്ടാണല്ലോ പല കാര്യം ചെയ്യുന്നത്. അപ്പം അതൊന്നും വേണ്ട, ആചാരപ്രകാരം തന്നെ മുറപ്രകാരം എല്ലാ കാര്യം നടക്കാനാണ് ഈ വട്ടം നമ്മുടെ കമലേട്ടത്തിൻ്റെ മാഷിൻ്റെയൊക്കെ തീരുമാനം. പക്ഷേ ഇവരൊക്കെ ആ കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ മാഷിൻ്റെ അടുത്ത് നമ്മുടെ സേതുമാധവൻ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ എന്നെ കാരണമാണല്ലോ, ഞങ്ങളുടെയൊക്കെ ഒരു പിടിവാശിൻ്റെ പേരിലാണല്ലോ അനൂപിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കാരണം ഇപ്പോഴെങ്കിലും ഒരു ബോധം വന്ന് ഇതിനെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്, എന്തൊരു കള്ളനാ, സ്വന്തം അച്ഛൻ അമ്മയെ പോലും വാടകയ്ക്ക് എടുത്തിട്ട് വന്ന അത്രയും വലിയ ക്രിമിനൽ, അവൻ്റെ കയ്യിൽ നിന്ന് സ്നേഹമോള് പോയിട്ടെങ്കിൽ അവളുടെ ജീവിതം എന്തായെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താണ് അതിൻ്റെ ഒരു ആവലാതി പറയുമ്പോഴത്തേക്കും അർച്ചന മോൾ നേരത്തെ തന്നെ ഇവൻ്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഞങ്ങളാണ് ആ ഉപദേശം കേൾക്കാതെ എല്ലാം തള്ളിക്കളഞ്ഞത്. അത് സാരമില്ല, അവസാനം ഇന്നാതാണ് കല്യാണം നടക്കുന്നതിന് താലി കെട്ട് മുന്നേ എല്ലാം അറിഞ്ഞ് അത് തിരുത്താൻ പറ്റില്ല, അത് തന്നെ വലിയ കാര്യം. അല്ല മാഷ അതിൻ്റെ സേതുമാധവൻ പറയുവാണ്, കാരണം അർച്ചന എൻ്റെ അടുത്ത് ഓരോ വട്ടം ഇവനെക്കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ അർച്ചനയുടെ അടുത്ത് എന്താണ് അങ്ങോട്ട് കയറി ഉപദേശം അങ്ങ് തള്ളി വിട്ടതേ ഉള്ളൂ. പക്ഷേ എന്താണ് പ്രായത്തിന് ഞാൻ എത്ര വലിയ മൂത്തതാണെങ്കിലും ആ പ്രായത്തിന് മൂത്തവർ അതിനനുസരിച്ച് പക്വത കാണിച്ച് വേണ്ടേ പെരുമാറാൻ. പ്രായത്തിൽ മൂത്തൊരു സ്ഥിരതയില്ലാതെ പെരുമാറിയിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് എപ്പോഴും അർച്ചന മോളുടെ മുഖത്ത് നോക്കാൻ തന്നെ ചില ചമ്മലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോഴത്തേക്കാണ് മാഷ് അറിയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സേതു കേട്ടാ, ഇതൊക്കെ ഒരു കുടുംബമായ അവൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്താണ് അവർ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് അത് അപ്പോഴാണ് നമ്മുടെ അർച്ചനയും സച്ചിയും കയറി വന്നത്. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വന്നിട്ടേ ഉള്ളടാ, എനിക്ക് അനൂപിനൊന്ന് പോയി കാണാം. അപ്പോൾ അർച്ചനയും സച്ചിയും അതുപോലെ തന്നെ ഈ സേതുമാധവനും കൂടെ ചെന്ന് അനൂപിനെ കാണാൻ പോവാം. അനൂപിൻ്റെ റൂമിലേക്ക് ഇവർ കയറുന്നതിന് നമ്മുടെ മീരടുത്ത് പറയും, എന്നാലും ആ ധനുഷിനെ ഇപ്പോഴേ റിമാൻഡിനകത്താണല്ലോ, ഇവനൊക്കെ എന്തിനാ റിമാൻഡ് ചെയ്യുന്നത്, ഇവനൊക്കെ തൂകിയും കൊല്ലം, എന്തൊരു കള്ളനാണ്, അവനെ കാരണമല്ലേ ഇപ്പം ഈ അനുപേട്ടന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്, എന്നിട്ട് അവനെക്കുറിച്ച് ഞാൻ എത്ര വട്ടം പറഞ്ഞാൽ ഇവർക്ക് എന്നും ആ കാര്യമൊന്നും കേൾക്കണ്ടായിരുന്നല്ലോ എന്ന് ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സേതുമാധവനെ എന്താണ് അകത്തേക്ക് വരുന്നതും ഈ നമ്മുടെ അർച്ചന വരുന്നത്. അപ്പം സച്ചിക്ക് അപ്പോഴത്തേക്ക് ഒരു കോൾ വന്നപ്പോൾ സച്ചി പുറത്തേക്ക്, അപ്പോൾ സേതുമാധവൻ വന്നിട്ട് അനൂപിനോട് സോറി പറയണം. കാരണം അനൂപിന് ഇപ്പം സംഭവിച്ചൊക്കെ എന്താണ് ഞങ്ങളുടെ കയ്യിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ പിടിവാശിക്ക് ഒരു കാര്യം നടത്താൻ പോയപ്പം അതിന് പകരമായിട്ട് അനൂപിന് കിട്ടിയതാണ് ഇതിനൊക്കെ ക്ഷമയല്ലാതെ വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് അനൂപ് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മീരടി പറയുന്നുണ്ട്, എനിക്ക് അർച്ചനയ്ക്കും ആ ധനുഷിനെക്കുറിച്ച് ആദ്യം തന്നെ സംശയമാണ്, പിന്നെ അവിടെ പറഞ്ഞിട്ട് കാര്യമല്ലോ, നിങ്ങളോടൊന്നും പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നുമില്ല, പിന്നെ പറഞ്ഞിട്ട് വെറുതെ ഞങ്ങൾ നാണം കെടുന്നല്ലാതെ പിന്നെ എന്ത് കാര്യം. നമ്മുടെ സേതുമാധവന് ഭയങ്കര ചമ്മലുകൊണ്ട് എന്താണ് തല താഴ്ത്തി വെച്ച് തന്നെ ഇരിക്കണം. അപ്പോഴത്തേക്ക് അനൂപ് പറയുന്നുണ്ട്, അതായത് എനിക്ക് അവനെക്കുറിച്ച് അവൻ്റെ കമ്പനി പോയി അന്വേഷിച്ചപ്പോഴേ എനിക്ക് അവനെക്കുറിച്ച് എന്താണ് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല അവിടെ നിന്ന് കേട്ടത്, അപ്പോഴേ അവൻ എന്താണ് ഭയങ്കര പിഴയെന്നുള്ള കാര്യം അപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊപ്പം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ കമ്പനിയിൽ ആ വേറൊരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പം അതൊക്കെ തന്നെ സത്യമാണ്. പിന്നെ അന്ന് അവൻ എങ്ങനെയൊക്കെയോ ആ കേസിൽ നിന്ന് അവൻ അങ്ങ് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ സേതുമാധവൻ പറയും, രക്ഷപ്പെട്ടെന്നല്ല അനൂപേ പറയണ്ട, ഞങ്ങൾ അവനെ മനഃപൂർവ്വം രക്ഷപ്പെടുത്തി എന്ന് വേണ്ടേ പറയാൻ, കാരണം അത്രയ്ക്കാണ് അവൻ ഞങ്ങളുടെ ഹൃദയത്തിനൊക്കെ എന്താണ് അവൻ്റെ കൈപ്പിടി ഒതുക്കി വെച്ചുകൊണ്ടിരുന്നത്. അവൻ എന്തൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത്, കണ്ണിലൊരു മൂടുപടം ഇട്ട പോലെയാണ് അവൻ ഞങ്ങൾ എന്താണ് കൊണ്ടുനടന്നത്. സച്ചി വന്നില്ലേ, അല്ല സച്ചിയേട്ടൻ ഒരു ഫോൺ വന്ന് സച്ചിയേട്ടൻ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ അർച്ചന അപ്പോഴത്തേക്കും പറയുന്നുണ്ട്. അപ്പം ഇവരെന്താണ് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ആതിരെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് സേതുമാധവൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്.
നെല്ലിശ്ശേരിയിലാണെങ്കിലോ നേരെ എന്താണ് അവന്തിക അടുത്ത പ്ലാനും കൊണ്ട് രാത്രി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ഈ സേതുമാധവൻ അതുപോലെ അർച്ചനയും കയറി വരുന്നത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് അച്ഛൻ വന്നു, ഞാൻ അച്ഛന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അച്ഛൻ എവിടെ പോയിരിക്കുന്നു? അല്ല, ഞാൻ ആതിരയെ കാണാൻ വേണ്ടി പോയതാണ്. ഞാൻ ആതിരയോട് പറയുവാണ് നാളെ വന്ന് ഞാൻ തന്നെ ആതിരയെ കൂട്ടിയിരിക്കും, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വേണം. അച്ഛൻ അതെങ്ങനെ പറ്റും അച്ഛാ? നാളെ അച്ഛനൊന്ന് പോയി എന്താണ് അച്ഛൻ്റെ ചെക്കപ്പ് അല്ലേ? അത് പിന്നെ ഈ കല്യാണത്തിൻ്റെയൊക്കെ ഇടയിലെ തിരക്കായതുകൊണ്ടാണ് ഞാൻ അത് വിട്ടുപോയത്. ഇനിയിപ്പം ആതിരയുടെ കൂടെ അർച്ചന വേണ്ടതുകൊണ്ട് അർച്ചനയ്ക്ക് വരാൻ പറ്റത്തില്ലോ, ഞാൻ തന്നെ അച്ഛൻ്റെ കൂടെ വരാം. അത് പറയാൻ വേണ്ടി തന്നെ ഇത്ര നേരം കാത്തിരുന്നത്. നീ എന്താ ആതിരയെ കാണാൻ വരാത്തത് എന്ന് അവധിയോട് ചോദിക്കുമ്പോഴത്തേ അതേ പറയാം, അച്ഛാ ഞാൻ എങ്ങനെ വരാൻ അച്ഛാ, എനിക്ക് ആതിരയെ കാണാൻ വേറെ പല സങ്കടങ്ങൾ വരും. പിന്നെ ഞാൻ വല്ല സങ്കടപ്പെട്ട് അവളെയും കൂടെ എന്തിനാ സങ്കടപ്പെടുത്തുന്നത്? ഈ സമയത്ത് അങ്ങനെ സങ്കടപ്പെടുന്നത് നല്ലതല്ലോ, അതുകൊണ്ട് മനഃപൂർവ്വം വരാത്തതാ. അപ്പോഴത്തേക്കും ഈ സേതുമാധവൻ പറയുന്നത് എന്തായാലും നാളെ ചെക്കപ്പിനൊക്കെ പോകാം, പക്ഷേ എന്നാലും എനിക്ക് അതിനുശേഷം ആതിരയെ കാണാൻ കയറിയേ പറ്റത്തുള്ളൂ. ഞാൻ അവളുടെ കൂടെ കൂട്ടിയിരിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ നിനക്ക് വരാൻ മടിയാണെങ്കിൽ നീ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നീ അങ്ങ് പോയാൽ മതിയെന്ന് അവന്തിയോട് പറയും. അച്ഛൻ്റെ ഇഷ്ടം പോലെ വന്നിട്ട് ഈ സേതുമാധവൻ എന്താണ് അകത്തേക്ക് അങ്ങ് കയറിപ്പോവും. ഈ സമയത്ത് അർച്ചനെ അവിടെ നിൽക്കുന്ന അർച്ചനെ വെറുതെ വിടാതെ വീണ്ടും വേണ്ടി പോകണം. അപ്പോഴത്തേക്ക് അർച്ചനോട് പറയണം, നീ നാളെ നിൻ്റെ അനിയത്തി ഇങ്ങോട്ടേക്ക് പ്രസവിച്ച് നെല്ലിശ്ശേരിയുടെ അവകാശിയെ കൊണ്ട് വന്ന കാതിരിയോ? എടി നിൻ്റെ അനിയത്തിക്ക് അവിടെ വന്ന് കൂട്ടിരിക്കാൻ എന്താണ് ഇങ്ങനെയാണോ നാളെ നിൻ്റെ അനിയത്തിയുടെ പേരെടുക്കാൻ പോകുന്നത് അവിടെ വന്ന് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്? ഭയങ്കര നീ ആനന്ദിക്കണ്ട, എല്ലാ രീതിയിലും നീ ജയിച്ചെന്ന് നീ വിചാരിക്കില്ല അർച്ചനെ. നാളെ നീ എന്തായാലും തോറ്റിരിക്കും. പിന്നെ ഒരു കാര്യത്തിൽ തിരുത്തുണ്ട് അർച്ചനെ, അതെന്താണെന്നറിയോ? ഞാൻ നിന്നോട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ അനിയത്തി പ്രസവിക്കത്തില്ല എന്ന്. ഇപ്പം പ്രസവിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് നിനക്കൊരു വിചാരം ഉണ്ടാവും നീ അങ്ങ് ജയിച്ചെന്ന രീതിയിൽ. പക്ഷെ നീ ജയിച്ചിട്ടില്ല അർച്ചനെ, നിൻ്റെ അനിയത്തി പ്രസവിക്കും. ആ ഒരു കാര്യം പ്രസവിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ആ വാക്ക് അങ്ങനെ അങ്ങ് മാറ്റുക. നിൻ്റെ അനിയത്തി പ്രസവിക്കും. എനിക്ക് ഈ കല്യാണത്തിൻ്റെ ഇടയ്ക്കകത്തൊക്കെ ഭയങ്കര തിരക്കും കാര്യമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആതിരയുടെ കാര്യം അങ്ങ് വിട്ടുപോയി. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്രീ അല്ലേ, ഞാൻ അതുകൊണ്ട് മറന്നിട്ടൊന്നുമില്ല. നിൻ്റെ അനിയത്തി പ്രസവിക്കും, പക്ഷെ പ്രസവിക്കുന്ന കുഞ്ഞിന് ജീവൻ കാണത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ നിൻ്റെ കൈ കിടത്തുള്ളൂ. ഇവിടെ നെല്ലിശ്ശേരിയുടെ അവകാശിനെ കൊണ്ട് നിൻ്റെ അനിയത്തി കയറുന്നതും കണ്ട് സന്തോഷിക്കാൻ വേണ്ടി നീ കാത്തിരിക്കുമല്ലേ? നെല്ലിശ്ശേരിയിൽ അങ്ങനെ ഒരു അവകാശി വരുന്നില്ല. അത് ഈ അവന്തിക പ്രസവിക്കുന്ന ഒരു അവകാശമാക്കി നെല്ലിശ്ശേരിക്ക് കൊടുക്കുന്നത്. അല്ലാതെ നീയോ നിൻ്റെ അനിയത്തിയോ പ്രസവിച്ച് ഇങ്ങോട്ടേക്ക് ഒരു അവകാശം കൊണ്ട് വരും നീ പ്രതീക്ഷിക്കണം എന്നിട്ട് അർച്ചനയായിട്ട് വെല്ലുവിളിക്കുക. നിൻ്റെ കാരൊക്കെ അതോടൊന്ന് അവസാനിക്കും. എല്ലാ വട്ടം നീ തന്നെ ജയിക്കുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അർച്ചന പറയുമോ, അങ്ങനൊന്നും സംഭവിക്കുമോ, നിങ്ങൾ പറഞ്ഞ ഒരു ചുക്കും നടക്കില്ല. അർച്ചന തിരിച്ചു കയറി എന്താണ് മാന്താൻ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ അനിയത്തിയുടെ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിന് എന്ത് ആയുസ്സാണോ ഉള്ളത് ആ ഒരു ആയുസ് മാത്രമേ നെല്ലിശ്ശേരിയിൽ അവന്തികയും കാണത്തുള്ളൂ. അതിൻ്റെ അപ്പത്തേക്ക് ഒരു നിമിഷം പോലും അവന്തിക ജീവനോടെ കാണത്തില്ല. അവന്തിക ഞാൻ അങ്ങ് കൊന്നിരിക്കും. ഇത് അർച്ചനയ്ക്ക് ജീവനുണ്ടെങ്കിൽ അർച്ചന ഉറപ്പാട് ചെയ്യും. എനിക്കത് കഴിഞ്ഞില്ലെങ്കിൽ അർച്ചന സ്വന്തമായിട്ട് തന്നെ അർച്ചന ജീവൻ ഒടുക്കും. നീ വേഗം തന്നെ നിൻ്റെ ജീവൻ എന്താണ് ഒടുക്കാൻ വേണ്ടി കാത്തിരുന്നു അർച്ചന. കാരണം ഈ വട്ടം അവന്തിക പറഞ്ഞത് മാത്രമേ നടക്കത്തുള്ളൂ. നിൻ്റെ കൈ നിൻ്റെ അനിയത്തി പ്രസവിക്കുന്ന ജീവനില്ലാത്ത ഒന്നത്തിനെ മാത്രമേ ഞാൻ നിൻ്റെ കൈ വെച്ചെടുത്തുള്ളടി എന്ന് പറഞ്ഞിട്ട് അവന്തിക എന്താണ് വീണ്ടും ഭാഷയ്ക്കകത്ത് വെല്ലുവിളിച്ച് നിൽക്കുവാണ്. അച്ഛൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഈ അവന്തിക നേരെ ഫോൺ വിളിക്കുക. അപ്പം ഇപ്പം പുതിയൊരു അവതാരമാണ്, സുഷമയ്ക്ക് പകരം നിത്യയാണ്. അപ്പം നിത്യയെ വിളിച്ചിട്ട് നിത്യയല്ലേ? ആണ്. ഞാൻ സുഷമ പറഞ്ഞിട്ട് വിളിക്കുക. സുഷമ എന്നോട് പറഞ്ഞാൽ സുഷമ ട്രാൻസ്ഫറായി പോകുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് എല്ലാ കാര്യം അവന്തിക മാഡം പറഞ്ഞതൊക്കെ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്തിക മാഡത്തിൻ്റെ അനിയത്തിയെ കുറിച്ചുള്ള കാര്യം ഞാൻ അന്വേഷിച്ചു. അവന്തിക മാഡത്തിൻ്റെ അനിയത്തിക്ക് സുഖപ്രസവമാണ് പറഞ്ഞിരിക്കുന്നത്, നാളെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു കുഴപ്പമില്ല, അനിയത്തി പ്രസവിച്ചോട്ടെ, അതിന് സുഖപ്രസവം അല്ലാതെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അവൾ ജനിക്കുന്ന കുഞ്ഞിന് മാത്രം എന്താണ് അത് ജീവൻ കാണാൻ പാടില്ല, അതാണ് എനിക്ക് പ്രാധാന്യം. അപ്പോഴത്തേക്കും അതെന്താ മേഡം അങ്ങനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് നീ ഇപ്പോൾ എവിടെ ഉണ്ട്? ഞാനിപ്പോൾ ഇവിടെ തന്നെ വർക്കിങ്ങിനകത്താണ്, ഡ്യൂട്ടിയിലാണോ? എന്തായാലും എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാന്ന് പറയുമ്പോഴത്തേക്കും നീ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള കാര്യമായി, ഞാൻ ഇപ്പം തന്നെ നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോഴും ഈ സമയത്തോ? വരുന്നുണ്ട് വന്നിട്ട് അവന്തിക ആരും അറിയാത്ത രാത്രി വീട്ടിൽ നിന്ന് എന്താണ് പ്രത്യേക രീതിക്കകത്തുള്ള ഒരു ഇഞ്ചക്ഷൻ്റെ കാര്യത്തിൻ്റെ ഒരു മരുന്നൊക്കെ എടുത്ത് എന്താണ് ബാഗിനകത്ത് വെച്ചിട്ട് നേരെ എന്താണ് നിത്യയെ കാണാൻ വേണ്ടി രാത്രി ഈ വീട്ടിൽ നെല്ലിശ്ശേരിയിൽ ആരും അറിയാതെ, ഇനി ആരും ഉറങ്ങിയിട്ടില്ല, അങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയത്ത് എന്താണ് സേതുമാധവനും സച്ചിയും അർച്ചനയൊക്കെ ഇരുന്ന് ഒരുമിച്ച് സംസാരിക്കും. അപ്പോൾ സേതുമാധവൻ പറയുന്നുണ്ട് നാളെ സേതുമാധവൻ എന്താണ് അവധിയുടെ ചെക്കപ്പിന് പോകുന്നതുകൊണ്ട് നേരെ ആതിരയെ കാണാൻ വേണ്ടി ചിലപ്പം വരാൻ പറ്റിയെന്ന് ഇരിക്കത്തില്ല. അതുകൊണ്ട് സച്ചി അർച്ചനയും വൈകാതെ തന്നെ രാവിലെ തന്നെ എന്താണ് ആതിരയുടെ അടുത്തത് പോയേക്കണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, ഒരു സപ്പോർട്ടായിട്ട് നിൽക്കണം എന്ന് പറയുമ്പം നമ്മുടെ സച്ചി പറയും അത് പറയേണ്ട ആവശ്യമുണ്ട് അച്ഛാ, ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് അല്ലേ ആതിരയുടെ കുഞ്ഞിനെ വേണ്ടിയിട്ട്, അപ്പം ഉറപ്പായിട്ട് ഞങ്ങളൊക്കെ അവിടെ കാണുമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സച്ചിക്ക് എന്താണ് ഒരു കോൾ വരുമ്പോഴത്തേക്കും സച്ചി എന്താണ് പുറത്തിറങ്ങി പോകണം. അപ്പോഴത്തേക്കും നെല്ലിശ്ശേരിയിൽ സേതുമാധവൻ അച്ഛനെ ഉപദേശിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്, മോളെ സച്ചിൻ എന്തായാലും പോയത് കാര്യം, എനിക്ക് നിന്നോടാണ് ഒരു കാര്യം പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, നീ എത്രയും വേഗം തന്നെ നിങ്ങൾക്കിടയിൽ എന്താണ് ഇപ്പം കുഞ്ഞ് വേണ്ടാന്ന് വെച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനിയും ഒരു കുഞ്ഞ് വേണ്ടാന്ന് വെച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ മോളെ? നാളെ എന്താണ് എല്ലാം കഴിഞ്ഞ് ആ യുവത്വത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് എന്താണ് ഒരു മുറിയിലേക്ക് ഒറ്റയ്ക്ക് ഒതുങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും വൈകിക്കാതെ, അച്ഛൻ ആദ്യം തന്നെ ആഗ്രഹിച്ച് പോയത് കൊണ്ടായിരിക്കും അച്ഛൻ നിങ്ങളോട് ഇത്രയും ആവർത്തിച്ച് പറയുന്നത്. അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ടാവാൻ അതൊക്കെ നിങ്ങൾ മാറ്റി എത്രയും വേഗം ഒരു കുഞ്ഞ് വേണമെന്ന ചിന്ത നിങ്ങൾക്ക് വന്നേ പറ്റത്തുള്ളൂ മോളെ. കാരണം എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ് സച്ചിയുടെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മോൾ അതിന് തന്നെ നോക്കണം. മാത്രമല്ല സന്താന ഭാഗ്യം എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഭാഗ്യമാണ്. അതൊന്നും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവത്തില്ല അതൊക്കെ എത്ര വലിയൊരു കാര്യം എന്നുള്ള കാര്യം. പിന്നെ സേതുമാധവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ഉറപ്പായിട്ട് കിട്ടും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോഴാണ് ഈ അവന്തിക്ക് ഇത് കേട്ടുകൊണ്ട് വരുന്നത്. സന്താന ഭാഗ്യത്തിനെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ട് വരികയാണ്. ഞാനിപ്പം കാണിച്ചതാണ് വന്നിട്ട് ആരും കാണുന്ന പമ്മി അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ അവന്തി. അപ്പം ഇവരാരും കണ്ടില്ല, സച്ചി പുറത്ത് നിന്നിട്ട് പോലും സച്ചിയും കണ്ടിട്ടില്ല. അപ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, അത് മാത്രമല്ല മോളെ, ഒരു അമ്മയാകുമ്പോഴാണ് നിനക്ക് നിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമാകുന്നത്. അപ്പോൾ ആ ഒരു സമ്പൂർണ്ണത നിനക്ക് കിട്ടുമ്പോൾ സച്ചി ഒരു അച്ഛനുമാകും. സച്ചി ഒരു അച്ഛനായി കാണുമെന്നത് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി എന്താണ് ഈ കാര്യം പുറത്തുനിന്ന് കേൾക്കണം. അപ്പോൾ സച്ചിക്ക് സങ്കടമാണ്. അതുപോലെ നമ്മുടെ അർച്ചനയ്ക്ക് മനസ്സിനകത്ത് വന്ന പെട്ടെന്നുള്ള സങ്കടം എന്ന് പറയുന്നത്, അർച്ചനടുത്ത് പറഞ്ഞില്ലേ അർച്ചന ഇനി ഒരിക്കലും അമ്മയാകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ല, കാരണം സച്ചിദാനന്ദനാണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞൊക്കെ അർച്ചൻ്റെ മനസ്സിൽ കയറി വരുമ്പം എങ്ങനെയാണ് അച്ഛൻ ഇതൊക്കെ പറഞ്ഞ് എന്താണ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് അറിയാതുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, സന്ധ്യയെ കണ്ട കാര്യം സന്ധ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഉടൻ തന്നെ അതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും എന്താണ് അതിന് വേണ്ടി തന്നെ പോകാനിരിക്കുമെന്ന് പറയുമ്പം ഇന്ന് സന്ധ്യ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എത്രയും വേഗം ചെയ്ത് എത്രയും വേഗം ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ സേതുമാധവൻ പറയുകയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ അത് കേട്ടിട്ട് എന്താണ് ശരി അച്ഛൻ അതിന് പുറത്തിറങ്ങുന്നതും സച്ചിയെ കാണുന്നത്. അപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ എന്താണ് ഒരു വിയേർഡ് ഫീലിംഗ് ആണ്. അപ്പോൾ സച്ചി അർച്ചനെ നോക്കുന്നു, അർച്ചനെ സച്ചിയെ നോക്കുന്നു, എന്ത് പറയണമെന്ന് പരസ്പരം അറിയത്തില്ല. അല്ലെങ്കിൽ അർച്ചനയ്ക്ക് ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയത്തില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അതൊക്കെ സച്ചി ഒരൊറ്റ ആലോചിക്കുന്നുണ്ട്. അപ്പം പരസ്പരം അവർ തമ്മിൽ നോക്കി നിൽക്കുന്നതും ഒന്ന് എന്താണ് ഒരു മഞ്ഞിച്ച ചിരിയുമായിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ പിന്നെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ മാഷും കമലത്തേക്ക് എന്താണ് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡും മേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. ആ സമയത്ത് തന്നെയാണ് അവന്തിക എന്താണ് അവിടെ തന്നെ എന്താണ് ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിൽ അങ്ങ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ പറയുന്ന നിത്യ വിളിച്ച് ഫോൺ പറയുന്നത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ നിത്യ കറക്റ്റ് എന്താണ് പുറത്തിറങ്ങി വന്നിട്ട് അവന്തിക മാഡം അല്ലേ, കാരണം ഇന്നുവരെ കണ്ട് പരിചയമില്ല. അപ്പോഴത്തേക്ക് അവന്തിക മാഡം ചോദിക്കുമ്പോഴത്തേക്കും അവന്തിക അതേന്ന് വന്നിട്ട് അവന്തിക എന്താണ് കയ്യിൽ നിന്ന് ബാഗിൽ വെച്ചുന്ന ഒരു സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഒരു സാധനമല്ല ആതിരയുടെ കുഞ്ഞിനിട്ട് ഒരു പാര, അതെടുത്ത് ഇവളുടെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് പറയുമോ, നാളെ എന്തെങ്കിലും നീ കാണാൻ വന്നിട്ട്, അതായത് പെയിൻ വരാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പെയിൻ ഇല്ലാതിരിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇതെന്തായാലും നീ ആതിരയുടെ ശരീരത്തിൽ കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുവാണ്. ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അവൾ അത് മറിച്ച് തിരിച്ച് നോക്കുക ഇത് എന്താണ് ഐറ്റം എന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണിച്ചാണ് ഇനി കാണിക്കാൻ പോകുന്ന മാഗ്രീസ് എല്ലാ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണും, ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ആൻഡ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.